അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക്. ബിഗ് ബോസ് മലയാളം സീസൺ 7. ഇന്ന് നിവിന് കിട്ടിയ പണി എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടോ. സത്യം പറഞ്ഞാൽ ഇത് ജിസേലിന് കിട്ടേണ്ട പണിയായിരുന്നു. ഈ ജിസേൽ ഇപ്പം ഈ ബിഗ് ബോസ് കഴിഞ്ഞ ആഴ്ച ഒരു ജിയോ ഹോട്ട്സ്റ്റാറിൽ ഒരു പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. വെസൽ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആരെയാണ് പ്രേക്ഷകർ സെലക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് അതിനകത്ത് ലക്ഷ്മിയുടെ പേരിട്ടിട്ടുണ്ടായിരുന്നു, ഒനിയൻ സാബുവിൻ്റെ പേരിട്ടിട്ടുണ്ടായിരുന്നു, അതുപോലെ ജിസേലിൻ്റെ പേരിട്ടിട്ടുണ്ടായിരുന്നു, നെവിൻ്റെ പേരിട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ജിസേൽ ഓൾറെഡി ഔട്ടായല്ലോ. ഇപ്പം ഏറ്റവും കൂടുതൽ ആൾക്കാർ ജിസേലിനെയാണ് വോട്ട് ചെയ്തത്. ഒരു ദിവസം ഫുള്ള് വെസൽ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്, പാത്രം കഴുകാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിങ്ങനെ ആലോചിക്കുവാണ്, ഇപ്പം ഈ ജിസേൽ പോയപ്പം കിടന്ന് കരയുന്ന ആൾക്കാർ, അൺഫെയർ എന്ന് പറഞ്ഞ് കരഞ്ഞ് നിലവിളിക്കുന്ന ആൾക്കാർ ഈ ജിസേലിന് എന്തുകൊണ്ട് ഈ പാത്രം കഴുകാനുള്ള പണി ഏൽപ്പിച്ചു? അതാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പോൾ ഇവിടെ ജിസേൽ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് തൊട്ട് അടുത്ത് നിൽക്കുന്നത്, ഏറ്റവും കൂടുതൽ വോട്ട് അടുത്ത് കിട്ടിയിരിക്കുന്നത് നെവിനാണ്. അപ്പം നെവിനെ ഇന്ന് ബിഗ് ബോസ് ആ ദൗത്യം അങ്ങോട്ട് ഐശ്വര്യപൂർവ്വം അങ്ങോട്ട് ഏൽപ്പിച്ചിരിക്കുകയാണ്. സന്തോഷമായി ഗോപിയേട്ട, സന്തോഷമായി. സത്യം പറഞ്ഞാൽ കേട്ടോ, എനിക്കങ്ങ് സന്തോഷമായി. അവിടെ ഒരു പണിയെടുക്കാതെ ഒരു കഴിവും ഇല്ലാതെ ഞാൻ വലിയ എന്റർടൈനറാണ് മാങ്ങാത്തോലിയാന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതല്ലാതെ കട്ടെടുത്ത് അവിടെയുള്ള ആൾക്കാരെ, മറ്റുള്ള ആൾക്കാരെ ഫുഡും കൂടെ കട്ടെടുത്ത് തിന്നുന്ന ഈ നിവിൻ അവിടെ എന്താണ് ചെയ്യുന്നത് അല്ലേ? സ്വന്തം കഴിച്ച പ്ലേറ്റ് പോലും കഴുകത്തില്ല നിവിൻ, ഒരു പണി എടുക്കത്തില്ല. അപ്പം നിവിനെ രാവിലെ ഇതുപോലെ ബിഗ് ബോസ് ഒരു ലെറ്റർ കൊടുത്തു വിടുന്നു. അതിനകത്ത് പറയുന്നുണ്ട്, അപ്പോൾ അതിലെടുത്ത് വെച്ച് വായിക്കുന്നുണ്ട്, ഇന്നത്തെ വെസൽ ക്ലീൻ ചെയ്യേണ്ടത് നെവിനാണെന്ന്. ബസർ ടു ബസർ. അടിപൊളി. അത് സത്യം നിവിന് അത് കണ്ടതോടുകൂടി കിളി പാറിയിട്ടുണ്ട്. കിളി പാറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കലിപ്പായി കേട്ടോ, ഭയങ്കര ദേഷ്യമായി. നിവിൻ വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രേക്ഷകർ ഭയങ്കര എന്റർടൈനറാന്നുള്ള രീതിയിൽ പൊക്കിയെടുത്ത് തലയിൽ വെച്ചുകൊണ്ട് നടക്കുക എന്നുള്ളൊരു ധാരണയിലാണ് ഇരുന്നത്. ഇതും കൂടെ കണ്ടപ്പോഴത്തേക്ക് അളിയന് ഏകദേശം മനസ്സിലായി ഞാൻ വെളിയിൽ നെഗറ്റീവിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലായി. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ എന്റർടൈനറാണെന്ന് പറയുന്നുണ്ട്, പല ആൾക്കാരും പറയുന്നേക്കാം. ഈ നെവിൻ എന്ത് മാങ്ങാത്തൊലിയാണ് അവിടെ കാണിച്ചു വെച്ചിട്ടുള്ളത്? എന്ത് എന്റർടൈനിങ് ആണ് ചെയ്യിപ്പിച്ചിട്ടുള്ളത്? വല്ല സർക്കസ് കാണിച്ചിട്ടുണ്ടോ? അല്ല തലയും കുത്തി നിന്നിട്ടുണ്ടോ? എന്ത് എന്റർടൈനിങ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. നെവിൻ ആകെ കാണിക്കുന്ന എന്റർടൈനിങ് എന്ന് വെച്ചാൽ ഇവ കട്ടെടുത്ത് കഴിക്കുന്നത്, അല്ലാതെ വേറെ അതിന് എന്റർടൈനിങ് എന്ന് പറയാൻ പറ്റുമോ? അതിന് മോഷണം, കട്ടെടുത്ത് തിന്നുക, മറ്റുള്ളവരെ ഫുഡും കൂടെ കട്ടെടുത്ത് തിന്നുക, അതാണ് പറയുന്നത്. ഇപ്പൊ ഈ സാബുമോൻ വന്നപ്പോഴും സാബുമോന്റെ അടുത്ത് ഇരുന്ന് പറയുന്നതായിട്ട് ഞാൻ വലിയ എന്റർടൈനർ ആണെന്ന്, പ്രേക്ഷകർ എന്നെ എന്റർടൈനറായിട്ടാണ് കാണുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. എന്തോ അതെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ബിഗ് ബോസ് കൊടുത്ത പണി സൂപ്പറായിരുന്നു, എനിക്കങ്ങ് ഇഷ്ടപ്പെട്ട് ഇന്ന്. അപ്പോൾ ഇനി എനിക്ക് തോന്നുന്നു നെവിൻ സ്വിച്ച് മാറ്റി കളിക്കാനുള്ള പരിപാടി ഇനി നോക്കും. കാരണം നെവിന് മനസ്സിലായിട്ടുണ്ട്, കാരണം പ്രേക്ഷകർ പാത്രം കഴുകാൻ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിലാണ് അത്രമാത്രം വെറുപ്പിനാണ് പുറത്തോട്ട് പോകുന്നതെന്ന് നെവിന് മനസ്സിലായിട്ടുണ്ട്. ഇനി നോക്കിക്കോണേ, നെവിൻ്റെ ക്യാരക്ടർ സ്വിച്ച് ചെയ്യും. ഇപ്പം നിൽക്കുന്ന ക്യാരക്ടറിൽ നിന്ന് ഇനി നെവിൻ്റെ മിക്കവാറും റിയൽ ഫേസിലോട്ട് സ്വിച്ച് ചെയ്യാനുള്ള എല്ലാ വകുപ്പും ഉണ്ട്. എനിക്ക് നെവിൻ്റെ കാര്യത്തിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നെവിനെ പോലത്തുള്ള ആൾക്കാർക്ക് ഇത് ടൈറ്റിൽ വിന്നർ ആവാനുള്ള ടൈറ്റിൽ വിന്നർ അല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. നെവിന് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെയിം ആവുക, ആൾക്കാരെ മുമ്പിൽ ഒരു ഫെയിം എടുക്കുക. അതിന് വേണ്ടിയിട്ടുള്ള ക്യാമറ സ്പേസിന് വേണ്ടിയിട്ടുള്ള വേലകളൊക്കെയാണ് ഈ കാണിച്ചു കൂട്ടുന്നത്. ഞാൻ ഒരു എന്റർടൈനറാന്ന് പറഞ്ഞിട്ട്. അപ്പം ഫെയിം കിട്ടി പുള്ളിക്കാരൻ പുറത്തോട്ട് ഇറങ്ങിയിട്ട് അതിൽ നിന്നുള്ളൊരു റീച്ചിൽ നിന്ന് ഈ പറഞ്ഞിട്ടുള്ള വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിരിക്കും, പ്രോഗ്രാമുകൾ പിടിക്കാനോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള പരിപാടിക്കാണ് നെവിൻ അവിടെ നിൽക്കുന്നത്. അതാണ് എനിക്ക് മനസ്സിലായത്. അല്ലാതെ പുള്ളിക്ക് കപ്പ് വേണമെന്നൊന്നുമില്ല, എങ്ങനെയെങ്കിലും അവിടെ തിന്നും കുടിച്ചും കിടക്കുക ഒരു 100 ദിവസം വരെ. എന്തായാലും കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ട്. വോട്ട് ചെയ്ത പ്രേക്ഷകർക്ക് ഇത്രേ പറയാനുള്ളൂ. അപ്പം ഇനി ആദില നൂറയുടെ കാര്യം പറയുവാണെങ്കിൽ, വീണ്ടും ഇവരൊരു സെന്റിമെന്റൽ കാർഡ് ഇറക്കി കളിക്കുവാണെന്ന് എനിക്ക് തോന്നി. കാരണം ഇന്നത്തെ ലൈവിനകത്ത് ആദില നൂറ ഇരുന്ന് സംസാരിക്കുന്ന ഒരു കോൺവെർസേഷൻ ഉണ്ട്. അപ്പോൾ ഇത് ക്യാമറ ഔട്ട് വെളിയിലോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ളൊരു ഇതിന് വേണ്ടിയിട്ടാണ് ഇവർ ഇപ്പം അങ്ങനെയൊക്കെ സംസാരിച്ച് വരുന്നുണ്ട്. പലയിടത്തും ഇരുന്ന് സംസാരിക്കുന്നുണ്ട്, ക്യാമറ ഫോക്കസ് കിട്ടാൻ വേണ്ടിയിട്ട് ആണ് സംസാരിക്കുന്നത്. അപ്പോൾ ഈ ഔട്ട് വെളിയിൽ പോകാൻ വേണ്ടിയിട്ട് ജനങ്ങൾ കണ്ടിട്ട് മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ ഇപ്പം വീണ്ടും സെന്റിമെന്റൽ കാർഡ് ഇറക്കി വരുവാന്ന് തോന്നുന്നു. കാരണം ഇവിടെ നൂറെ ആദിലയും സംസാരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടോപ്പ് 5 വരാൻ ആഗ്രഹമുണ്ടെന്നാണ് പറയുന്നത്. ഇവിടെ ആദിലെടുത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടോപ്പ് 5 നമ്മളിൽ ആരെങ്കിലും ഒരാൾ വരണം, എനിക്ക് ടോപ്പ് 5 വരാൻ ആഗ്രഹമുണ്ട്,
ഞാൻ വന്നില്ലെങ്കിൽ നമ്മൾ രണ്ടിൽ ആരെങ്കിലും ഒരാൾ എത്തണമെന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അതിൽ അനുമോള കാര്യമൊക്കെ എടുത്തിടുന്നുണ്ട്. അനുമോൾക്ക് നല്ല കാലിബറുള്ള ആളാണ്, അതുപോലെ പുറത്ത് നല്ല ഫാൻ പേജ് ഉണ്ട്, സപ്പോർട്ടുണ്ട്, അതുണ്ട് ഇതുണ്ട്. ചിലപ്പോൾ PR-ന്റെ കാര്യമൊക്കെ ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. അതല്ല, അപ്പം നമ്മൾ രണ്ടിൽ ആരെങ്കിലും ഇവിടെ ടോപ്പ് 5 വരണമെന്നൊക്കെ ആഗ്രഹമുണ്ടെന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. ഇത് ക്യാമറ അറ്റൻഷൻ പിടിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഔട്ട് വെളിയിലോട്ട് പോകുമ്പം ജനങ്ങൾ ഇത് ഏറ്റെടുക്കും, ഒരു സഹതാപത്തിന്റെ പേരിൽ ചിലപ്പം ടോപ്പ് 5 എത്തിച്ചാലോ എന്നുള്ളൊരു എന്നൊക്കെ ഉള്ളൊരു ഗെയിം പ്ലാൻ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ഇപ്പം ഈ കഴിഞ്ഞ ദിവസവും അതിൻ്റെ അങ്ങേ ദിവസമൊക്കെ ഇവർ ലൈവിനകത്തിരുന്ന് ഇങ്ങനെ ഒരു സെന്റിമെന്റൽ കാർഡ് ഇറക്കി കളിക്കുന്ന പോലെയൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം ടോപ്പ് 5ന്റെ കാര്യമൊക്കെ സംസാരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് മിക്കവാറും ഇവരുടെ പ്ലാൻ എന്താണെന്നറിയോ? പണപ്പെട്ടി വരുന്ന സമയത്ത് ആരെങ്കിലും ഒരാൾ പണപ്പെട്ടി എടുത്തുകൊണ്ട് വെളിയിലോട്ട് പോകും. അതാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഒരാൾ ടോപ്പ് 5 കയറാൻ വേണ്ടിയിട്ട് നിൽക്കും, ഒരാൾ പണപ്പെട്ടി എടുത്തുകൊണ്ട് വെളിയിലും പോകണം. അതാണ് ഇവർ മിക്കവാറും പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്ന പരിപാടികൾ. അങ്ങനെയാണെങ്കിൽ അതിന് ഒട്ടും അർഹതപ്പെട്ടവരല്ലെന്നേ ഞാൻ പറയൂ. കാരണം ഇവർ എന്ത് ഗെയിമാണ് അവിടെ കളിച്ചു വെച്ചിട്ടുള്ളത്. അനുമോളെ താങ്ങി ഇപ്പം ഫാമിലി വീക്കും കൂടെ കഴിഞ്ഞ് ഫാമിലി റൗണ്ടും കൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് അതിലെ നൂറെ അനുമോളെ താങ്ങിയാണ് നിൽക്കുന്നത്. മാക്സിമം അനുമോളെ സപ്പോർട്ട് ചെയ്ത് പ്രേക്ഷകരെ വോട്ട് പിടിച്ചു പറ്റുന്ന ഒരു ഇതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അനുമോളെ പൊക്കി അടിച്ച് മലത്തി അടിച്ചു വെക്കുന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. പക്ഷേ കാര്യങ്ങൾ വരുന്ന സമയത്ത് സപ്പോർട്ട് ചെയ്യുന്നില്ല. ടാസ്കിന്റെ കാര്യം, അതുപോലെ കോയിൻ കൊടുക്കുന്നതിന്റെ സമയം, ജയിൽ നോമിനേഷൻ, ഇതൊക്കെ വരുന്ന സമയത്ത് അനുമോളെ എടുത്തിട്ട് നേരെ തിരിച്ചങ്ങോട്ട് അമ്പ് ചെയ്യുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ബാക്കി കാര്യങ്ങൾക്ക് പ്രേക്ഷകർ കാണാൻ വേണ്ടിയിട്ട് ക്യാമറയിൽ കൂടെ ഔട്ട് പോകാൻ വേണ്ടിയിട്ട് അനുമോളെൻ്റെ ഫ്രണ്ടാണ്, ചങ്കാണ്, മറ്റേതാണ് മറിച്ചെന്നൊക്കെ ഉള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. അപ്പം ഇവിടെ എനിക്ക് തോന്നുന്നു പണപ്പെട്ടി വരുന്ന സമയത്ത് ആരെങ്കിലും ഒരാൾ നോക്കിക്കോണം. മിക്കവാറും ആദിലായിരിക്കും കേട്ടോ അത് എടുത്തുകൊണ്ട് പോകുന്നത്. അപ്പം ഇവരിങ്ങനെ സംസാരിക്കുന്നത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് തോന്നിയ കഴിഞ്ഞ സീസണിൽ സായിയുടെ സീക്രട്ട് ഏജന്റ് സായിയുടെ കാര്യമാണ് എനിക്ക് ഓർമ്മ വന്നത്. സായി ഇതുപോലെ പണപ്പെട്ടിയൊക്കെ എടുത്തുകൊണ്ട് പോയി. ഈ സായി എന്നൊരു ക്യാരക്ടർ ഞാൻ വിചാരിച്ച് പുള്ളി റിവ്യൂവും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഈ ഓരോ റിയാക്ഷൻ വീഡിയോസ് ഒക്കെ ചെയ്യുന്നുണ്ടപ്പോഴത്തേക്ക് കാരണത്തൊക്കെ ഇരുന്ന് ചെയ്യുന്നുണ്ടപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു സായി വലിയ സംഭവമാണ്. സായി സത്യം പറഞ്ഞാൽ ഞാൻ ഈ സായി ബിഗ് ബോസിലോട്ട് പോകുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് എൻട്രി ചെയ്യുന്നുണ്ട്, വൈൽഡ് കാർഡായിട്ട് കയറി പോകുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഭയങ്കര എക്സ്പെക്ട് ചെയ്തിരുന്ന ആളാണ്. സായി മിക്കവാറും കപ്പും കൊണ്ടേക്ക് ഇറങ്ങും, സായി വേറെ ലെവലാണുള്ള രീതിയിലൊക്കെ ഇരുന്നതാണ്. അവസാനം സായി കയറിയപ്പോൾ ദാ കിടക്കുന്നു, എന്തു ആടേ സായി അതിനകത്ത് കാണിച്ചു കൂട്ടിയത്. അവസാനം പെട്ടി എടുത്തുകൊണ്ട് അളിയൻ ഇറങ്ങി. എന്തായാലും നെഗറ്റീവ് ആണെങ്കിലും പുള്ളിക്ക് കുറച്ച് പൈസ കിട്ടി. പണം പോയി പവർ വരട്ടെ എന്ന് പറയത്തില്ലേ, അതേപോലെ ആയിരുന്നു അത്. ഇവർ ഇരുന്ന് സംസാരിക്കുന്നുണ്ടപ്പോൾ എനിക്ക് അതുപോലെയാണ് തോന്നിയത്. ആദ്യം മിക്കവാറും പണപ്പെട്ടി എടുത്ത് 5 ലക്ഷം രൂപ എടുത്തുകൊണ്ട് വെളിലോട്ട് ഇറങ്ങുകയും ചെയ്യും. 100 അവിടെ അള്ളിപ്പിടിച്ച് കിടക്കാനും ശ്രമിക്കുക. അതാണ് ഇവർ പ്ലാൻ ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഒരു പ്ലെയർ അല്ലല്ലോ, ഇവരിപ്പോൾ 2 കണ്ടസ്റ്റൻസ് അല്ലേ. കാരണം ഇൻഡിവിജ്വലായിട്ട് കളിക്കാൻ ബിഗ് ബോസ് പറഞ്ഞിട്ടുള്ളതാണ്. ആദ്യം പോയപ്പോഴത്തേക്ക് ഒരു പ്ലെയർ ആയിരുന്നു. പിന്നെ ബിഗ് ബോസ് തന്നെ ഇവരെ ഗെയിമും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ബിഗ് ബോസ് തന്നെ പറഞ്ഞു, നിങ്ങൾ രണ്ട് പേരായിട്ട് കളിച്ച് ഒരു പേരായിട്ട് കളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മുമ്പോട്ട് പോകത്തില്ലെന്ന് കണ്ടപ്പോഴത്തേക്ക് ബിഗ് ബോസ് തന്നെ 2 പേരെയും 2 പ്ലെയർ ആക്കി. പക്ഷെ ഇവർ എല്ലാത്തിലും ഇവർ ഒറ്റയ്ക്കാണ് തീരുമാനം എടുക്കുന്നതും, ഒറ്റയ്ക്കാണ് ഓരോ പ്ലാൻ ചെയ്യുന്നതും, എല്ലാം ചെയ്യുന്നത് ഒരുമിച്ചാണ്. പിന്നെ എന്തുകൂടെ ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പ്ലെയർ എന്ന് പറയുന്നത്? ഇവർ 2 കണ്ടസ്റ്റൻസ് ആണെന്ന് ബിഗ് ബോസ് തന്നെ പറഞ്ഞിട്ട് ഇവർ കളിക്കുന്നത് ഒരു കണ്ടസ്റ്റൻസ് ആയിട്ടാണ് അല്ലേ? എന്തുവാണോ ഉണ്ട് ഇതൊക്കെ. എന്തായാലും സത്യം പറഞ്ഞ കോമഡിയാണ്. അപ്പം അനുമോൾ അവിടെ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്, അനുമോൾ ബാത്റൂമിൽ പോയിട്ട് വരുന്നുണ്ട്. ഇവർ സംസാരിക്കുന്നത് എന്തോന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നുണ്ട് ടോപ്പ് 5 എത്തുന്ന കാര്യം. അപ്പം അനീഷൊക്കെ വരുമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് അനീഷിനെയൊക്കെ ടോപ്പ് 5 വരാൻ ആരും സമ്മതിക്കത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അതിലേയും പറയുന്നുണ്ട് ആര് സമ്മതിച്ചിട്ടാലും ഞാൻ സമ്മതിക്കുമെന്നൊക്കെ, ഞാൻ ടോപ്പ് 5 അനീഷിനെ കൊണ്ടുവരുമെന്ന് പറയുന്നുണ്ട്. ആദ്യം ഈ പറയുന്ന ആൾ ടോപ്പ് 5 വന്നാൽ മതി. ഞാനൊരു സത്യം പറയട്ടെ, ഇപ്പോൾ ഉള്ള സീസണിനകത്തുള്ള കണ്ടസ്റ്റൻസിന് കഴിവുള്ള കണ്ടസ്റ്റൻസ് ആരുണ്ടടേ? ഈ ലക്ഷ്മി, അതുപോലെ ഈ പറഞ്ഞിട്ടുള്ള ബിന്നി, ആദില, നൂറ, നെവിൻ, ഇത്രയും പേര്, ഇത്രയും ആൾക്കാർ. സോറി, ഒരു വാഴയുടെ കാര്യം ഞാൻ മറന്നുപോയി, സാബുമാൻ. അവൻ അവിടെ ഉണ്ടോ എന്ന് തന്നെ എനിക്കറിയത്തില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ തരികട സാബു കയറിപ്പോയപ്പോഴത്തേക്ക് പറഞ്ഞ അതേ കാര്യമാണ് എനിക്കും പറയാനുള്ളത്. ഇത് ലൈവ് കാണുന്ന സമയത്ത് അതെല്ലാം മൈക്രോസ്കോപ്പ് എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ലെൻസ് വെച്ചിട്ട് ഇങ്ങനെ നോക്കണം സാബുമാൻ അവിടെ ഉണ്ടോയെന്ന്. അപ്പം ഇത്രയും ആൾക്കാർ അവിടെ എന്താണ് കാണിക്കുന്നത്? വെറും വേസ്റ്റ് ആണ്. ഒരു കഴിവുമില്ല. ആകെ എന്തെങ്കിലുമൊക്കെ ടാസ്ക് വരുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ഒന്ന്
ഒന്ന് തുമ്മുന്ന അല്ലാതെ വേറെ ഒന്നും ചെയ്യുന്നില്ല. ഇവരാരും ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. വെറുതെ അവിടെ തിന്നും കുടിച്ചും പോകുന്ന ടീംസുകളാണ് ഇത്രയും ടീംസുകൾ. ടോപ്പ് 5 വരാൻ അർഹതപ്പെട്ടവർ ആയിട്ടുള്ള ആൾക്കാർ എൻ്റെ അഭിപ്രായം പറയുവാണെങ്കിൽ അനു, അനീഷ്, ഷാനവാസ്, അക്ബർ, ആര്യൻ, ഇത്രയും പേരാണ് ടോപ്പ് 5 വരാൻ അർഹതപ്പെട്ട ആൾക്കാർ. കാരണം ഇതൊരു പ്രേക്ഷകർ, വ്യൂവർ എന്ന നിലയ്ക്ക്. കാരണം ഇവരെ വെറുതെ ഇരുന്ന് ഗെയിം കളിച്ച് വെറുതെ ഇരുന്ന് തിന്നും ഉറങ്ങിയും പോകുന്ന വാഴകളെയൊക്കെ കൊണ്ട് ടോപ്പ് 5 എത്തിപ്പിച്ചിട്ട് അത്രയും ദിവസത്തെ ബിഗ് ബോസ് കൊടുക്കുന്ന പൈസയും ഫെയിമും വെറുതെ മേടിച്ചു കൊടുക്കേണ്ട കാര്യം എന്തോടെ? നമ്മളെപ്പോലുള്ള സാധാരണക്കാർ ഇതൊക്കെ നമുക്ക് എന്താണ് വേണ്ടുന്നത്? എന്റർടൈൻ ചെയ്യിപ്പിക്കണം നമ്മളെ പ്രേക്ഷകരെ, വ്യൂവറെ. അപ്പോൾ എന്റർടൈനിങ് ആരാണോ ചെയ്യിപ്പിക്കുന്നത് അവരെ വേണം നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ. ഞാൻ അത്രേ കണക്കാക്കും കേട്ടോ. അല്ലാതെ അവിടെ ഇനി കൊമ്പത്തുനിന്ന് വന്ന ആളാണെങ്കിലും സെലിബ്രിറ്റി ആണെങ്കിലും മണ്ണാങ്കട്ടയാണെങ്കിലും അങ്ങനെയൊന്നും ഞാൻ നോക്കത്തില്ല. ആരാണോ പ്രേക്ഷകരെ, ഈ പറഞ്ഞിട്ടുള്ള ജനങ്ങളെ, ആൾക്കാരെ എന്റർടൈൻ ചെയ്യിപ്പിക്കുന്നത് അവരെ മാത്രമേ ഞാൻ സപ്പോർട്ട് ചെയ്യൂ. അക്ബറൊക്കെ നല്ലൊരു ഗെയിമറാട്ടോ. അക്ബറൊക്കെ ഇപ്പോഴാണ് പുള്ളി ഒന്ന് ഇതായിപ്പോയി, ഡൗൺ ആയിപ്പോയത്. അക്ബർ നല്ലൊരു പ്ലെയറാണ്, ആര്യൻ നല്ലൊരു പ്ലെയറാണ്. ഈ പറഞ്ഞിട്ടുള്ള അനീഷ്, ഷാനവാസ് ഈ പറഞ്ഞിട്ടുള്ള ഇപ്പം നെഗറ്റീവ് പുള്ളിക്ക് ഒരുപാട് ഹേറ്റ് കൂടുന്നുണ്ടെങ്കിലും പുള്ളിയൊക്കെ ഗെയിം കളിക്കുന്നില്ല, ഇവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നില്ലേ. പുള്ളി നെഗറ്റീവ് പോസിറ്റീവ് ഇനി എന്താ മണ്ണാങ്കട്ടയാണെങ്കിലും കുഴപ്പമില്ലെന്നുള്ളൊരു ധാരണയാണ് പുള്ളിയൊക്കെ ഗെയിം കളിച്ചിട്ടുണ്ട്. അതും കൂടെ നമ്മളൊന്ന് ചിന്തിക്കണം. ഷാനവാസൊക്കെ അത് വെച്ച് നോക്കുവാണെങ്കിൽ നല്ലൊരു കണ്ടസ്റ്റൻസ് തന്നെയാണ് കേട്ടോ, അതിലൊരു ഡൗട്ടും ഇല്ല. അപ്പോൾ എന്തായാലും നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. അപ്പം